അസ്സലാമു അലൈക്കും. ഇന്ന് പുറത്തിറങ്ങിയ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ സർക്കുലർ നമ്പർ 37 പ്രകാരം അനുമതി ലഭിച്ച തീർത്ഥാടകർക്ക് അവസാന ഗഡു അടക്കുന്നതിനുള്ള തീയതി നീട്ടിയിരിക്കുന്നു എന്നുള്ള സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. സർക്കുലർ നമ്പർ 35 പ്രകാരം 2026 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് താൽക്കാലികമായി തിരഞ്ഞെടുത്ത തീർത്ഥാടകർ അവസാന ഗഡു അടക്കേണ്ട തീയതി 31/3/2026 ആയിരുന്നു. എന്നാൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നുമുള്ള അപേക്ഷ പരിഗണിച്ചത് കാരണം മൂന്നാം ഗഡു അടക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ 6 വരെ നീട്ടിയിരിക്കുന്നു. ബാക്കി തുക അടക്കുന്നതിന് മുമ്പ് തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലോ സുവിധ ആപ്പിലോ ലോഗിൻ ചെയ്ത് അവർ അടക്കേണ്ട തുക എത്രയാണെന്ന് പരിശോധിക്കേണ്ടതാണ്. അടക്കേണ്ട തുക ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് 2 രീതിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഒന്നുകിൽ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലെ ഈ പേയ്മെൻറ്റ് സൗകര്യം ഉപയോഗിച്ചോ അല്ലെങ്കിൽ സുവിധ ആപ്പ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിംഗ് മുതലായ രീതിയിൽ ഓൺലൈനായി പണം അടക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ബാങ്ക് റഫറൻസോട് കൂടിയ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖകളിൽ പണം അടക്കാവുന്നതാണ്. ഇങ്ങനെ പണം അടക്കാനുള്ള പേയ്മെൻറ്റ് സ്ലിപ്പ് ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ബാങ്കിൽ പണമടക്കുന്നതിനുള്ള ക്യാഷ് പേയ്മെൻറ്റ് സ്ലിപ്പ് ഓൺലൈനായി ലഭിക്കുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ കയറി കവർ നമ്പറും ബാങ്കിൻ്റെ പേരും ക്യാപ്ചയും കൊടുത്താൽ ഓരോരുത്തരുടെയും പേയ്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ലഭിച്ച സ്ലിപ്പ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖകളിൽ പണം അടക്കാവുന്നതാണ്. പണം അടക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ 6 ആയിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. തീർത്ഥാടകർ ഉടൻ തന്നെ അവരുടെ ഫ്ലൈറ്റ് ബുക്കിംഗ് ഓൺലൈനായി സ്ഥിരീകരിക്കേണ്ടതിനാൽ പണമടക്കുന്നതിനുള്ള നിശ്ചിത സമയപരിധി കർശനമായി പാലിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഫ്ലൈറ്റ് ബുക്കിംഗ് സ്ഥിരീകരിച്ച് വിമാനത്തിൽ കയറാൻ സാധിക്കില്ല എന്നാണ് ഹജ്ജ് കമ്മിറ്റി അറിയിക്കുന്നത്. അനുമതി ലഭിച്ച എല്ലാ തീർത്ഥാടകർക്കും സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ഹജ്ജും ഉംറയും നിർവഹിച്ച് ആരോഗ്യത്തോടുകൂടി നാട്ടിൽ തിരിച്ചെത്തി കുടുംബത്തോടൊപ്പം ചേരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത് എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും.